തെരഞ്ഞെടുപ്പിൽ തോൽവി മണത്ത് മതഭീകരരുമായി കൂട്ടുകെട്ടിലേർപ്പെട്ട് CPM, PDPക്കും SDPIക്കും പിന്നാലെ ജമാഅത്തെ ഇസ്ലാമിയുമായി നീക്കുപോക്കിന് CPMന്റെ ശ്രമം. മതഭീകരരെ ന്യായീകരിക്കുകയാണ് CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി. വിവരങ്ങളുമായി രഞ്ജിത്ത് അമ്പാടിയാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. രഞ്ജിത്ത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കത്തിക്കേറുന്ന ഈ വേളയിൽ സംസ്ഥാന രാഷ്ട്രീയം ഏറ്റവും സജീവമായി ചർച്ച ചെയ്യുന്നൊരു വിഷയം കേരളത്തിലെ രണ്ട് മുന്നണികൾ ഭീകരശക്തികളുമായി ഉണ്ടാക്കിയിട്ടുള്ള ഡീലാണ്. അതിൽ CPMന്റെ കാര്യം നോക്കുകയാണെങ്കിൽ PDPയുടെ വോട്ട് ഞങ്ങൾ മേടിക്കും എന്ന് MA ബേബി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്. അബ്ദുൽ നാസർ മദനി പഴയ മദനിയല്ല, അദ്ദേഹം എന്തോ ഇപ്പോൾ വിശുദ്ധനാണ് എന്ന രീതിയിലുള്ള പ്രതികരണം ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. SDPIയുമായി നല്ല ധാരണ പല മണ്ഡലങ്ങളിലും ഉണ്ടായി എന്ന് ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് എന്താണ് MA ബേബി പറയുന്നത്? ഏത് രീതിയിലുള്ള ന്യായീകരണമാണ് CPM ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്? തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കുകയാണ് ഇപ്പോൾ CPMന്റെ ജനറൽ സെക്രട്ടറി ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിലെ ഇടതുമുന്നണിയും വലതുമുന്നണിയും ഇത്തരം ഭീകര സംഘടനകളുടെ വോട്ടുകൾ വാങ്ങാറുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ഇത്തരം ഭീകര സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം കേരളത്തിലെ ഇടതുപക്ഷത്തിനോ CPMനോ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനോ ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് എല്ലാ കാലത്തും ഇത്തരം ഭീകര സംഘടനകളുമായി നല്ല ബന്ധം പുലർത്തുന്നവരാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ പറഞ്ഞത്, ഞങ്ങൾക്ക് ആരുടെയും വോട്ട് ഞങ്ങൾ സ്വീകരിക്കും, പ്രത്യേകിച്ച് SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയില്ല എന്ന് പറയുന്നു. പക്ഷേ മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ CPM പരാജയം മണത്തുകൊണ്ട് ആരുമായും സഖ്യം ചേരാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ക്ഷുഭിതനായിട്ടാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്ന് വരെ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇതാ ഒരു ഭാഗത്ത് കഴിഞ്ഞ ദിവസം CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത് RSSനോളം വരില്ല ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. അതായത് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, RSSനെ മാത്രമാണ് ഇവർ ശത്രുപക്ഷം നിർത്തുന്നത്. മറ്റെല്ലാ മതഭീകര സംഘടനകളുമായും ഒത്തുചേരാനും അവരുമായി സഖ്യത്തിലേർപ്പെടാനും കേരളത്തിലെ CPMനോ കേരളത്തിലെ ഇടതുപക്ഷത്തിനോ ഒരു മടിയുമില്ല എന്നുള്ളത് ഇപ്പോൾ പരസ്യമായി തെളിഞ്ഞിരിക്കുന്നു. വോട്ട് വേണം എങ്ങനെയെങ്കിലും. നമുക്കറിയാം മഞ്ചേശ്വരത്തെ സംഭവം. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഒടുവിൽ ആ സ്ഥാനാർത്ഥി പോലും അറിയാതെ ആ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് വളരെ കരുതിക്കുട്ടുള്ളൊരു നീക്കമായിരുന്നു. അവിടെ ഒരു 5000 വോട്ടോളം അല്ലെങ്കിൽ 7000 വോട്ടോളം SDPIക്ക് ഉണ്ട്. അവരത് പിടിക്കും എന്നുള്ളത് SDPI തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നതാണ്. ഒടുവിൽ ലീഗ് ഇടപെട്ടു, കോൺഗ്രസ് ഇടപെട്ട് SDPIയുടെ സ്ഥാനാർത്ഥിയെ പിന്തിരിപ്പിച്ചു. കാരണം അവിടെയും പരാജയം ഉറപ്പായിരിക്കുന്നു കോൺഗ്രസിന്. ഇതുപോലെ നിയമമടക്കമുള്ള സ്ഥലങ്ങളിൽ BJP എവിടെയൊക്കെ വിജയിക്കാൻ സാധ്യതയുണ്ടോ അവിടെയെല്ലാം തന്നെ SDPIയുടെ സ്ഥാനാർത്ഥികളെ പിൻവലിച്ചുകൊണ്ട് കോൺഗ്രസുമായി സഖ്യത്തിലേർപ്പെട്ട അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി സഖ്യത്തിലേർപ്പെട്ടുള്ള ഒരു നീക്കമാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും ഒടുവിൽ മുൻകാലങ്ങളിൽ PDPയുടെ ചെയർമാൻ അബ്ദുൽ നാസർ മദനിയുമായി പിണറായി വിജയൻ വേദി പങ്കിട്ട കാര്യമൊക്കെ നമുക്കറിയാം. അതിനുശേഷം SDPIയുമായിട്ടാണ് ബന്ധമെങ്കിൽ ഇപ്പോൾ ഇതാ ജമാഅത്തെ ഇസ്ലാമിയെ പോലും വെള്ളപൂശിക്കൊണ്ട് അവരെ പ്രകീർത്തിച്ചുകൊണ്ട് തുടരുക. ഇപ്പോൾ ശശികല ടീച്ചർ, ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി നമുക്കൊപ്പം ചേരുകയാണ്. ശശികല ടീച്ചർ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കേരളത്തിലെ രണ്ട് മുന്നണികൾ ഭീകര സംഘടനകളുമായി ഉണ്ടാക്കിയിട്ടുള്ള ഡീൽ സംബന്ധിച്ചാണല്ലോ. ഇപ്പോഴിതാ PDPക്കും SDPIക്കും പിന്നാലെ ജമാഅത്തെ ഇസ്ലാമിയും അത്ര കുഴപ്പക്കാരല്ല എന്ന ഒരു പ്രതികരണം ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ MA ബേബി നടത്തിയിരിക്കുകയാണ്. ടീച്ചർ എങ്ങനെ പ്രതികരിക്കും? ഇവിടെ ഇടക്കാലത്ത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടുണ്ടായിരുന്ന ജാതി ഭ്രാന്തില് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഏത് അശുദ്ധിയും ബ്രാഹ്മണൻ പുണ്യാഹം കളിച്ചാൽ മാറും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു ചില കാര്യങ്ങളിൽ. അപ്പോ അതുപോലെ ഇവിടെ കേരള രാഷ്ട്രീയത്തില് ഇവര് രണ്ട് മുന്നണികളും വിചാരിക്കണേ അവര് ഈ പുണ്യാഹം കളിക്കാൻ അധികാരമുള്ളവരാണ്. അവര് പറയുന്നവർ ഭീകരവാദികൾ, അവര് പറയുന്നവർ തീവ്രവാദികൾ, അവരെ തൊട്ട ആരാണോ നിൽക്കുന്നത് അവര് മതേതരവാദികൾ. എല്ലാവരും ഈ ഇലക്ഷന് ബുദ്ധിമുട്ടുന്നത് മതേതരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും PDPയുടെയും മുസ്ലിം ലീഗിന്റെയും വെൽഫെയർ എല്ലാവരുടെയും തോളിൽ കഴിഞ്ഞാൽ ലഷ്കർ തോൽബിയൊക്കെ കിട്ടിയാൽ അവരെയും കൂടി എടുത്തോളും. ഇവരുടെ എല്ലാം തോളിൽ കയറി. കാരണം എന്ത് ത്യാഗം സഹിച്ചിട്ടാണ് ഇവര് കേരളത്തിലെ മതേതരത്തെ സംരക്ഷിക്കുന്നതെന്ന് അറിയാമോ?
ഇവിടെയാണ് കേരളം രാഷ്ട്രീയ പ്രബുദ്ധമാണ് എന്ന് പറയുമ്പോൾ ഈ ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്താണെന്ന് ഇവർക്ക് അളക്കാൻ കഴിയും. ജനങ്ങൾ പൊട്ടന്മാരൊന്നുമില്ലല്ലോ, അക്ഷരാഭ്യാസം ഇല്ലാത്തവരോ ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ ശ്രദ്ധിക്കാത്തവരോ അല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ. ആ എല്ലാം ശ്രദ്ധിക്കുന്നവരുടെ മുന്നിലാണ് ഏത് തെരഞ്ഞെടുപ്പിലാണോ ഞങ്ങളോടൊപ്പം നിൽക്കുന്നത് അവർക്ക് മാത്രം മതേതര പട്ടം കൊടുക്കുകയും ബാക്കി എല്ലാവരെയും വർഗീയവാദികളായി മുദ്രകുത്തുകയും ചെയ്യും. അപ്പൊ ആ നിലയിൽ ഇപ്പോ അല്ലെങ്കിൽ ഇവരൊക്കെ തമ്മിൽ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി ആയാലും മുസ്ലിം ലീഗ് ആയാലും ഇനി അതല്ല PDP ആയാലും ഇനി അതിന്റെ പഴയ രൂപമായിരുന്ന LDF ആയാലും പോപ്പുലർ ഫ്രണ്ട് ആയാലും എല്ലാം പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എല്ലാവരും ഒരേ തൂവൽ പക്ഷികളാണ് എന്നതിലൂടെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോ ഇവരെ കൊണ്ടുപോകുന്നത് ഇവർക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കുകയോ തോൽക്കുകയോ അതൊരു 5 വർഷത്തേക്ക് മാത്രമുള്ള കാര്യമാണ്. ഇവിടെ നമുക്ക് വ്യക്തം തോന്നണത് നാളത്തെ കേരളത്തെ പറ്റി ചിന്തിക്കാൻ മൂക്കിനപ്പുറം കാണാനുള്ള ശേഷി ഈ രാഷ്ട്രീയക്കാർക്ക് എന്തുകൊണ്ടുണ്ടായില്ല എന്നുള്ളതാണ്. ഇവരെയൊക്കെ വളർത്തി ഇത്രയാക്കിയിട്ട് നെഹ്റു ചട്ടകുതിര എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന് നമ്മൾ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിന്റെ കൊടി പോസ്റ്റിൽ പാറുന്നത് കണ്ടിട്ട് ബാബു രാജേന്ദ്ര പ്രസാദ് ഭാരതത്തിന്റെ പ്രഥമ രാഷ്ട്രപതി ഇതെന്താ പാകിസ്ഥാന്റെ കൊടി ഇവിടെ എന്ന് ചോദിച്ചു എന്നും അദ്ദേഹത്തിന്റെ ഓർഡറിലേക്ക് കൊണ്ട് ഏൽപ്പിച്ചു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്രമാത്രം നമ്മുടെ ദേശീയ നേതാക്കൾ ശ്രദ്ധ കൊടുത്തിട്ടുള്ള ഒരു വിഷയത്തിൽ കാരണം അത് അപകടമാണ് എന്ന് അവർക്കറിയാം. രാജ്യത്തിന്റെ വിഭജനം അവർ നേരിട്ട് കണ്ടതാണല്ലോ, അതിലുണ്ടാക്കിയ ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പൊ അവരെ കേരളം വളർത്തി ഇവിടെ എത്തി. രാഷ്ട്രീയത്തിലൂടെ അവര് വോട്ടിന് വേണ്ടി തൊട്ടുകൂടായ്മ മാറ്റി മുസ്ലിം ലീഗിനെ ഇവിടെ വരെ എത്തിച്ചു. ഇനിയിപ്പോ നമുക്കറിയാം എങ്ങാനും കഷ്ടകാലത്തിന് UDF അധികാരത്തിൽ കയറിയാൽ കേരളത്തിൽ ഇവരുടെ മാത്രം ഭരണമായിരിക്കും. എന്ത് വേണം എന്നുള്ളത് അവര് തീരുമാനിക്കുകയും അതിനപ്പുറത്തേക്ക് മറ്റൊരു തീരുമാനവും കോൺഗ്രസിന് എടുക്കാൻ പറ്റാത്ത അടിമത്തത്തിലേക്കാണ് അവർ പോണത്. അപ്പൊ അതേ ലെവലിലേക്ക് ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും PDP ആണെങ്കിലും അവർ മനസ്സിലാകുന്നു ഈ രാഷ്ട്രീയ പ്രവേശനമാണ് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നടപ്പാക്കാനുള്ള എളുപ്പമായ മാർഗം. അല്ലാതെ തങ്ങളിൽ കാണിക്കുന്ന മാർഗം കൊണ്ട് കസ്റ്റഡി വെച്ചില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗിന് കിട്ടിയ അംഗീകാരം, മുസ്ലിം ലീഗിന് കിട്ടിയ അപ്രമാദിത്വം, മുസ്ലിം ലീഗ് കാര്യങ്ങൾ നടത്തുന്നത് ആ വഴിയിലേക്ക് എത്തണമെങ്കിൽ ഈ രാഷ്ട്രീയക്കാരുടെ തോളിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ തോളിലേക്ക് രാഷ്ട്രീയക്കാരെ എടുത്തു വെക്കണം എന്ന് PDPയും അല്ലെങ്കിൽ മറ്റേ പോപ്പുലർ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു കളി കളിക്കുന്നത്. ഇത് ജയം തോൽവി ആർക്ക് വന്നോട്ടെ, പക്ഷെ നമ്മൾ തോൽക്കാൻ പോകുന്നത് മലയാളികളാണ്, നശിക്കാൻ പോകുന്നത് കേരളവും. ഒരിക്കൽ കൂടി പരസ്യരുടെ കഴിവെടുത്താലും ഇനി മാത്രമേ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ഈ സംസ്കൃതിയെ, ഇവിടുത്തെ ജനങ്ങളെ ഇത് നമുക്ക് വീണ്ടെടുക്കാൻ കിട്ടില്ല എന്നുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയത്തിന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഈ ഒരു സമയത്ത് ചെയ്യുള്ളൂ. വോട്ടിന് വേണ്ടി സംസ്ഥാനത്തെ വിൽക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത്. ഈ ഡീലിൽ വോട്ട് മാത്രമല്ല പണവും ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമുക്കറിയാം കാസർഗോഡൊക്കെ മഞ്ചേശ്വരത്ത് SDP സ്ഥാനാർത്ഥിയെ നിർത്തിയത് അത് ഔട്ട് ഓഫ് ദ വേ പുറത്തുനിന്നുള്ള ചർച്ചയെ വേണ്ടുള്ളൂ. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് വേണ്ടത്ര ഡീല് പണവുമായി കൂടി ഉറപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയതും അത് പിൻവലിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടന്നത്. അപ്പൊ അവിടെ നോട്ടുകെട്ടുകൾ മറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതല്ല എങ്കിൽ ആർക്ക് പിന്തുണ എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ഇതൊക്കെ ഇവരെ വരച്ച വരയിൽ നിർത്തി അവരെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുകയാണ്. ഈ 2 മുന്നണികളും വെറും അടിമകൾ മാത്രമായി മാറുന്നു എന്നുള്ളതാണ് കാര്യം. എന്തൊക്കെ പറഞ്ഞാലും അവർ നമ്മൾ എന്തൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴും അവരുടെ നയങ്ങൾ കുറ്റപ്പെടുത്തേണ്ടതും നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ആ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു. വെറും ഈ ഭീകരവാദികളുടെ അടിമകളായി അധപ്പതിച്ചു എന്നാണ് ഇതെന്ന് മനസ്സിലാവുന്നത്. ഓക്കെ ടീച്ചർ, വളരെ നന്ദി പ്രതികരിച്ചതിന്. കേരളത്തിൽ ഭീകരശക്തികളുടെ അടിമകളായി CPM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള കേരളത്തിലെ 2 പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ മാറിയെന്ന വിമർശനമാണ് ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. രഞ്ജിത്ത് അമ്പാടി തുടരുന്നുണ്ട്. രഞ്ജിത്ത്, ഈ കഴിഞ്ഞ ദിവസം PDP-യുടെ പിന്തുണ സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് MA ബേബി നടത്തുന്ന ഒരു ന്യായീകരണ ക്യാപ്സൂൾ ഉണ്ടായിരുന്നു. അതായത് പഴയ PDP അല്ല ഇപ്പോഴത്തെ PDP. അബ്ദുൽ നാസർ മദനി ഇപ്പോൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണ്. ഒരു കാലത്ത് പുള്ളി ബോംബേറും കത്തിക്കുത്തുമൊക്കെ ആയിട്ട് നടന്നിരുന്നു, പക്ഷേ ഇപ്പോൾ സമാധാനവാദിയായി എന്ന രീതിയിലുള്ള ന്യായീകരണം അന്ന് കഴിഞ്ഞ ദിവസം നടത്തിയതാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള ന്യായീകരണമാണ് MA ബേബി നിരത്തുന്നത്? ഗൗതം പറഞ്ഞത് കൃത്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം അബ്ദുൽ നാസർ മദനിയെ വെള്ളപൂശിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. PDP ഇപ്പോൾ സമാധാനത്തിൻ്റെ ഒരു സംഘടനയായി മാറിയിരിക്കുന്നു. PDP പഴയ PDP അല്ല. അതുകൊണ്ട് തന്നെ നിലവിലെ PDPയും നിലവിലെ മദനിയുമായിട്ടൊക്കെ ചേർന്ന് പോകുന്നതിന് CPM-ന് യാതൊരു മടിയുമില്ല, ബുദ്ധിമുട്ടുമില്ല. അത് നയപരമായിട്ടുള്ള വ്യതിയാനമല്ല എന്ന് തന്നെയാണ് MA പറഞ്ഞു വയ്ക്കുന്നത്. അതിനൊപ്പമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾ വാങ്ങിക്കും, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് അവർ ഇടതുപക്ഷത്തിന് തരാൻ തയ്യാറാണെങ്കിൽ അത് ഞങ്ങൾ വാങ്ങിക്കും, ആരുടെയും വോട്ട് വേണ്ടെന്ന് ഞങ്ങൾ പറയില്ല എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം തന്നെ ഒരേ തൂവൽ പക്ഷികളാണ്. നമുക്കറിയാം KM ഷാജി പറഞ്ഞതുപോലെ മതമാണ് പ്രശ്നം.
അതായത് മതത്തിന് വേണ്ടിയാണ്, തങ്ങളുടെ മതത്തിന് വേണ്ടിയാണ് തങ്ങളുടെ പാർട്ടി നിലകൊള്ളുന്നത് എന്ന് പരസ്യമായി പറഞ്ഞത് കേരളത്തിലെ MLA ആയിരുന്ന ഒരാളാണ്. അപ്പോൾ ആ ലീഗിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെയാണ് PDPയും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും അടക്കമുള്ളവർ. SDPIയുടെ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് എന്താണ് രാജ്യത്ത് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. 2047 ആകുമ്പോഴേക്കും രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ട് ശരീഅത്ത് നിയമപ്രകാരം രാജ്യത്ത് ഭരണം നടപ്പാക്കുക എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് SDPI. എന്നിട്ട് പോലും ഈ രാജ്യത്തെ നശിപ്പിക്കാനും ഈ രാജ്യത്ത് സ്ഫോടനങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുകയും രാജ്യത്ത് മതഭരണം കൊണ്ടുവരികയും ചെയ്യണമെന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ രാഷ്ട്രീയ മുഖത്തോട് കൂട്ടുചേരാൻ കേരളത്തിലെ CPMനും കേരളത്തിലെ കോൺഗ്രസിനും മടിയില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം, ഏറ്റവും അപകടകരമായ കാര്യം. ഇവർ നേരത്തെയൊക്കെ മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ രഹസ്യമായ ചർച്ചകളും രഹസ്യമായ ബാന്ധവുമാണ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ പരസ്യമായ ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു, പരസ്യമായ രാഷ്ട്രീയ നീക്കുപോക്കുണ്ടാക്കിയിരിക്കുന്നു. ഇത് ഏറ്റവും അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, അതാണ് തങ്ങളുടെ അജണ്ട എന്ന് വിശ്വസിക്കുന്ന തീവ്ര ശക്തികളുമായി, തീവ്ര സംഘടനകളുമായി ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒത്തുതീർപ്പിന്, രാഷ്ട്രീയപരമായ കൂട്ടിച്ചേരലിന് ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസും തയ്യാറായിരിക്കുന്നു. ഇത് കേവലം വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഒരു 500, 1000, 2000, 3000 വോട്ട് കിട്ടാൻ വേണ്ടിയാണ് തങ്ങളുടെ നിലപാടുകളും തങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ കോൺഗ്രസും UDFും ഒക്കെ ഇത്തരം അപകടകരമായ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് ഏറ്റവും നമുക്ക് വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്തായാലും കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും LDFിൻ്റെയും UDFിൻ്റെയും ഈ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇതിലൂടെ ഇപ്പോൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, രഞ്ജിത്ത് തുടരുക. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയെയും ഈ ഘട്ടത്തിൽ ന്യായീകരിക്കുകയാണ് MA ബേബി. അടുത്തിടെ വരെ ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരായ നിലപാട് കഴിഞ്ഞ കുറച്ച് നാളുകളായി CPM സ്വീകരിക്കുന്നുണ്ടായിരുന്നു. കാരണം UDFിന് അനുകൂലമായാണ് ജമാഅത്തെ ഇസ്ലാമി തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രവർത്തിച്ചത്. മുൻപ് 95-ലും 2000-ലും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയെ പ്രകീർത്തിച്ചുകൊണ്ട് ദേശാഭിമാനി പോലെയുള്ള CPMന്റെ മുഖപത്രം ലേഖനം എഴുതിയതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ CPMന് മുൻപും ജമാഅത്തെ ഇസ്ലാമിയുമായി നല്ല ബന്ധമുണ്ട്. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണെന്ന വാദം CPM നേതാക്കൾ നിരത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതും തിരുത്തി പറയുകയാണ് MA ബേബി ഉൾപ്പെടെയുള്ള CPMന്റെ കേന്ദ്ര നേതാക്കൾ.